സാനിയോ, ചൂരൽമലയിലും വെള്ളരിമലയിലും ഒക്കെയുള്ള ഏറ്റവും ഒടുവിലത്തെ കാഴ്ചകൾ എന്താണ്? മറുകരയിൽ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നു. ഇനി വളരെ കുറച്ചാളുകളെ മാത്രമേ മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കാനുള്ളൂ. പലയിടങ്ങളിലും നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ സ്പോട്ടുകളിലും രക്ഷാപ്രവർത്തകർ എത്തി അവരെ താഴേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഈ സമതല പ്രദേശത്ത് വെള്ളരി മേഖലയിലും ഒപ്പം തന്നെ ഈ ചൂരൽമലയിലും എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്? മിക്കവാറും എല്ലായിടങ്ങളിലും വീടുണ്ടായിരുന്ന എല്ലായിടങ്ങളിലും തെരച്ചിൽ പൂർണ്ണമായോ? മിസ്സിംഗ് ആയ ആളുകളെ മുഴുവൻ കണ്ടെത്താനായിട്ടുണ്ടോ? അരുൺ, വെള്ളാർമലയിൽ ഇപ്പോഴും തെരച്ചിൽ പൂർണ്ണമല്ല. പക്ഷേ അതിശക്തമായ കോട ഇറങ്ങിയതുകൊണ്ട് തന്നെ വ്യക്തമല്ല കാഴ്ചകൾ. അതുകൊണ്ട് ആളുകളൊക്കെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ സന്നദ്ധ പ്രവർത്തകർ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഇന്ന് തിരച്ചിൽ നടത്തൽ ദുഷ്കരമായിരിക്കുമെന്നാണ് പൊതുവെ നമ്മൾ അറിയുന്നത്. കാരണം പരസ്പരം മുട്ടിയാൽ പോലും കാണാത്തത്രയും കോടയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത് രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായിരിക്കും. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ തിരിച്ചു പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിയ ഒരു നിമിഷം സാനിയോ, ഈ വെള്ളാർമലയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചു? ഇല്ല, അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം മുഴുവൻ ആളുകളും തിരിച്ചു പോയിട്ടില്ല. ഇനിയും കുറച്ച് ആളുകൾ തിരിച്ചു പോകാൻ ബാക്കിയുണ്ട്. എന്നാൽ കുറച്ച് ആളുകളൊക്കെ തിരിച്ചു പോവുകയാണ്. 5 മണിയോടുകൂടി മുഴുവനായി അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് അനൗൺസ്മെന്റ് വരുന്നു. അത് എന്താണെന്നുള്ളത് ജസ്റ്റ് കേട്ടതിന് ശേഷം ഇപ്പോൾ പറയാം. ഒരു അനൗൺസ്മെന്റ് വരികയാണ്. നമ്മുടെ സാരഥി അങ്ങോട്ടൊക്കെ അനൗൺസ്മെന്റ് നോക്കാം. തിരിച്ചൊരു അനൗൺസ്മെന്റ് കേൾക്കുക. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 5 മണിയോടുകൂടി പലയിടങ്ങളിലെയും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും വെളിച്ചമില്ല. താൽക്കാലികമായിട്ടുള്ള ബാറ്ററി കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ രാത്രിയിലും തുടരുമോ എന്നതാണ് അറിയേണ്ടത്. വെള്ളാർമലയിലും ഒപ്പം ചൂരൽമലയിലുമാണ് ഇനി രക്ഷാപ്രവർത്തനത്തിൽ ഏതെങ്കിലും ഇടങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിലുണ്ടാവണം. ഇന്ന് പകൽ മുഴുവൻ തെരച്ചിൽ നടത്താനാണ് രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്. പക്ഷേ പലപ്പോഴും കനത്ത മഴയും ഒപ്പം തന്നെ ഇടയ്ക്കുള്ള ഉരുൾപൊട്ടലും ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിന്നു. രക്ഷാപ്രവർത്തകർ തിരിഞ്ഞോടേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം തിരിഞ്ഞോടുകയും ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. ഇപ്പോൾ സ്ഥലത്ത് കോട ഇറങ്ങിയിരിക്കുകയാണ്. കനത്ത കോടയിൽ പരസ്പരം മനുഷ്യർക്ക് തിരിച്ചറിയാൻ പോലും ആവാത്ത വിധം മറ സൃഷ്ടിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളൊരു വെല്ലുവിളിയാണ് വെള്ളാർമലയിൽ നിന്ന് വരുന്നത്. നമ്മളുടെ പ്രതിനിധി സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു ബഷീർ നമുക്കൊപ്പം ചേരുന്നു. ബഷീർ പറഞ്ഞോളൂ. ബഷീർ, ആരെയാണ് തിരയുന്നത്? ബഷീർ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ, ആരെയാണ് തിരയുന്നത്? ഓക്കെ, ആ കോൾ ഡ്രോപ്പായിരിക്കുന്നു. ബഷീറാണ് മേപ്പാടിയിൽ നിന്ന് വിളിച്ചത്. നിരവധി ആളുകൾ നമ്മളോടൊപ്പം വിളിക്കുകയും അവരുടെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ ആരായുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകണം. ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറയാം. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉരുൾപൊട്ടൽ ആദ്യം സംഭവിക്കുന്നത് വൈത്തിരി താലൂക്കിൽപ്പെട്ട മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലാണ്. ആ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ആ ചൂരൽമലയിലെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് വലിയ പുഴയായി ആ പ്രദേശം ഒഴുകി വരുന്നതാണ് കണ്ടത്. ഒരു ചെറിയ നദി ഒരു പുഴയായി ഒരു കടലായി മാറിയ അനുഭവമായിരുന്നു ആ പ്രദേശത്തുള്ളതെന്നാണ് ആളുകൾ പറയുന്നത്. ആദ്യത്തെ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടതോടുകൂടി ആളുകൾ പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴേക്കും മുകൾ ഭാഗമായിട്ടുള്ള മുണ്ടക്കൈ ഭാഗത്ത് 2 ഉരുൾപൊട്ടലുകൾ തുടർച്ചയായിട്ട് 4 മണിക്ക് മുമ്പ് ഉണ്ടാവുന്നു. ആ 3 ഉരുൾപൊട്ടലുകളിലും കൂടി 3 പ്രദേശങ്ങൾ, ചൂരൽമല, മുണ്ടക്കൈ, വെള്ളാർമല പ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കണ്ടത്. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കനത്ത മഴയിൽ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ പുലർച്ചെയാകുമ്പോഴേക്കും ചെളിയിലും മണ്ണിലും വീടിനടിയിലും പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. ജീവൻ തിരിച്ചെടുക്കും മുമ്പ് തന്നെ കിലോമീറ്ററുകൾ ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്നത് കണ്ടു. അത് പല സ്ഥലങ്ങളിലും നിന്ന് തത്സമയം നമുക്കൊപ്പം ചേർന്ന മനുഷ്യരാണ് ആ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. അതും അവിടെ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ പോലും മൃതദേഹങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 90-ലധികമായിരിക്കുന്നു മരണസംഖ്യ. 94. രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം നിർത്തില്ല. കാരണം മണ്ണിനടിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൂടി നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത ഈ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളൊരു വാർത്ത കൂടിയാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെയുണ്ടായ ആ തെരച്ചിലിൽ ഈ വിവരം പുറം ലോകം അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. NDRFിൻ്റെ സംഘം എത്തുന്നു. സൈന്യത്തിൻ്റെ ഒരു സംഘത്തെ വിളിക്കുന്നു. ഒപ്പം തന്നെ SDRFിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും ടീമുകൾ എത്തുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 6:30 അവലോകന യോഗം ചേരുന്നു. മന്ത്രിമാരെ ചുമതലപ്പെടുത്തുന്നു. 3 മന്ത്രിമാർ സംഭവസ്ഥലത്തേക്ക് തിരിക്കുന്നു. കൂടുതൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതലാണെന്ന് മനസ്സിലാക്കി 2 മന്ത്രിമാരെ കൂടി
ചുമതലയ്ക്കിടുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി കരസേനയുടെ 2 പ്ലാറ്റൂണുകളെ വിളിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള യൂണിറ്റ് 8 മണി 9 മണിയാകുമ്പോഴേക്കും സ്ഥലത്തേക്ക് എത്തുന്നു. ഒപ്പം തന്നെ നേവിയുടെ ഒരു റിവർ ക്രോസിംഗ് യൂണിറ്റിനെ കൂടി ഏഴിമലയിൽ നിന്ന് വിളിക്കുന്നു. ഈ സംഘങ്ങളെല്ലാം വളരെ വേഗം സംഭവസ്ഥലത്തെത്തുന്നു. NDRFിൻ്റെയും SDRFിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും ഒപ്പം കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഉദ്യോഗസ്ഥരും ആർമിയുടെയും നേവിയുടെയും ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകരുമുണ്ട്.